നമസ്കാരം. അൽബിനി ഫിസിയോയുടെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൈമുട്ട് വേദനയാണ്. കൈമുട്ട് വേദന സാധാരണ എല്ലാവർക്കും ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാർക്കാണ് കൈമുട്ട് വേദന ഉണ്ടാകുന്നത്. കൈമുട്ട് വേദന എന്ന് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്നാണ് സാധാരണ ഇതിന് നമ്മൾ പറയാറ്. അപ്പോൾ ഇത് സാധാരണ വരുന്നെന്ന് പറയുമ്പോൾ സാധാരണയല്ല, ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയും. അപ്പം നിങ്ങൾക്കത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മൾ കൈ ഇങ്ങനെ നേരെ നിവർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മീഡിയൽ എപ്പിക്കോണ്ടൈൽ, ഇത് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. മീഡിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിനോട് അടുത്തിരിക്കുന്ന ഭാഗം, നമ്മുടെ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൾ ഇങ്ങനെ വെക്കുന്നതാണ് ഒരു അനാട്ടമിക്കൽ പൊസിഷൻ. കാരണം നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എല്ലാം യൂസ് ചെയ്യുന്നത് അനാട്ടമിക്കൽ പൊസിഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മീഡിയൽ സൈഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗം മീഡിയൽ സൈഡും ശരീരത്തിനോട് അകന്നിരിക്കുന്ന ഭാഗം ലാറ്ററൽ സൈഡ് എന്ന് പറയും. സോ ഈ ലാറ്ററൽ സൈഡിലുള്ള ഈ ഭാഗത്തിന്, അതായത് ഇതാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്, ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് അഥവാ ടെന്നീസ് എൽബോ എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത്. ഇവിടെ തൊടുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാവും ഈ ഭാഗത്ത്. ഇതിന് ടെന്നീസ് എൽബോ എന്ന് പറയാനുള്ള കാരണം ടെന്നീസ് കളിക്കാർക്ക് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഫേമസ് സച്ചിൻ ടെണ്ടുൽക്കർക്കൊക്കെ ടെന്നീസ് എൽബോ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് സ്ട്രെയിൻ ആ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാഗത്തിനുണ്ടാകുന്ന നീർക്കെട്ടൽ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരീരത്തിന് അകത്തേക്ക് വരുന്ന മൂവ്മെൻറ്റിനെ എല്ലാം നമ്മൾ ഫ്ലക്ഷൻ എന്ന് പറയും. കാര്യം നമ്മൾ കൈ മടക്കുക, ഇത് ഫ്ലക്ഷൻ. അതേസമയം ശരീരത്തിന് പുറത്തേക്ക് നമുക്കൊരു മൂവ്മെൻറ്റ് പോവുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അതിന് എക്സ്റ്റൻഷൻ എന്നാണ് വാക്കിന് പേര്. അപ്പോൾ മീഡിയൽ എന്ന് പറയുന്നത് പറഞ്ഞു ശരീരത്തിന് അടുത്തിരിക്കുന്ന ഭാഗത്തിന് മീഡിയം എന്നും നമ്മുടെ അകന്നിരിക്കുന്ന ഭാഗത്തിന് ലാറ്ററൽ സൈഡ് എന്ന് പറയും. അതുപോലെ ശരീരത്തിനോട് അടുപ്പിക്കുന്ന മൂവ്മെൻറ്റിന് ഫ്ലക്ഷൻ എന്നും ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്ന മൂവ്മെൻറ്റിന് എക്സ്റ്റൻഷൻ എന്നും പറയും. അപ്പോൾ ഈ കൈയുടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഈ എക്സ്റ്റൻസ് ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഈ മസിൽസിന് എക്സ്റ്റൻസർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്നാണ് പറയുന്നത്. ഓരോ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സിനും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഉണ്ടാവും. ആ മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ ആ മൂവ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഈ എല്ലാ എക്സ്റ്റൻസർ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്ന, അതായത് ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, റിസ്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷന് ഉപകരിക്കുന്ന എല്ലാ മസിൽസും ഒറിജിൻ ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭാഗത്ത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മസിലും ഉത്ഭവിക്കുന്ന സ്ഥാനമുണ്ട്. ഈ നദികൾ ഉത്ഭവിക്കുന്ന പോലെ, നദികൾ ഉത്ഭവിക്കുമ്പോൾ ചെറുതായിട്ട് ഉത്ഭവിച്ച് വലിയ നദിയായി മാറുന്നത് പോലെ ഒരു മസിൽ ഉദ്ഭവിക്കുമ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതിന് ടേപ്പറിങ് എൻഡ് ഓഫ് മസിൽ എന്നാണ് പറയുന്നത്. അതായത് ഒരു മസിൽ നേരെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് വന്നു, പിന്നെ അത് ലാർജ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആയിട്ട് പോയിട്ട് അത് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുക. ആ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗവും ആ ഒറിജിൻ ചെയ്യുന്ന ഭാഗവും നേർത്താണിരിക്കുന്നത്. ആ നേർത്തിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ടെൻഡൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അത് ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇതിന് കാരണം ഇത്രയേ ഉള്ളൂ, റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് കൊടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ തുണി പിഴിയുക, ഇപ്പോൾ ടെന്നീസ് കളിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റിൽ അടിക്കുന്ന ഇങ്ങനൊരു എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേന് ഈ ഭാഗത്തുണ്ടാവുന്ന, ഇതുകൊണ്ടാണ് ടെന്നീസ് എൽബോ എന്ന് ടെന്നീസുകാർക്ക് കൂടുതലായി ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ ഇത് നമുക്ക് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ടെന്നീസ് എൽബോ ആണ് നമ്മൾ മനസ്സിലാക്കുന്ന കൈ നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ വെക്കുക, ഈ റിസ്റ്റ് പോർഷൻ നമ്മൾ താഴേക്ക് വെക്കുക, ദെൻ നമ്മൾ ഈ കൈ കൊണ്ട് ഇവിടെ ഒരു പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത ശേഷം നമ്മൾ കൈ ഇവിടുന്ന് ഈ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. അസഹനീയമായ വേദന നമ്മുടെ ഈ ഭാഗത്ത്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഉണ്ടാവുന്നെങ്കിൽ അത് ടെന്നീസ് എൽബോ ആണ്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് വരുമ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ട നിസ്സാരമായ കുറേ എക്സസൈസുകൾ കൊണ്ട് നമുക്കിത് മാറ്റാവുന്ന കേസേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, അല്ലാതെ ടെന്നീസ് എൽബോയ്ക്ക് ഒരുപാട് ഞാൻ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത കണ്ടീഷൻസിനൊക്കെ ആണെങ്കിലും വേറെ ഒരുപാട് റെമഡികളുണ്ട്. ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ പോയി ചെയ്യുന്ന റെമഡികളുണ്ട്, അല്ലാതെ നമ്മൾ ചെയ്യുന്ന റെമഡികളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വീട്ടിൽ ചെയ്ത് മാറ്റാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ആ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ സാധിക്കാത്ത ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു അസുഖത്തെ മാറ്റാം എന്ന് മാത്രമേ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ രീതിയിൽ നമ്മളൊരു
വെയിറ്റ് എടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഡംബൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡംബൽസ് എടുക്കുക. ഡംബൽസ് എടുത്ത ശേഷം നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ കൈ ഒരു ടേബിളിൻ്റെ ഇവിടെ ടേബിളിൽ വെക്കുക. പക്ഷെ നമ്മുടെ ഈ റിസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? റിസ്റ്റ് പോർഷൻ ഹാങ് ചെയ്ത് കിടക്കണം. ഇപ്പോൾ റിസ്റ്റ് പോർഷൻ ഹാങ് ചെയ്ത് കിടന്നിട്ട് ഇവിടെ നമ്മളൊരു വെയിറ്റ് എടുക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഡംബിൾസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു ബോട്ടിൽ, അത്യാവശ്യം വെയിറ്റുള്ള, ഇതിനകത്ത് വെള്ളം നിറച്ചാൽ വെയിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എടുക്കുക. എടുത്ത ശേഷം ഇതാ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ സുഹൃത്തിപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടേബിളിലൂടെ കൊണ്ട് അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് വളരെ ഉപകാരമായി. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ കൈ നേരെ ഇങ്ങനെ വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? നേരെ കണ്ടോ? ഇങ്ങനെ വെക്കുന്ന വേറെ ഇതിന് 2 ടൈപ്പ് എക്സസൈസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം കണ്ടോ, ഞാൻ പറഞ്ഞു ഈ എക്സ്റ്റൻസർ ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് നമ്മുടെ റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മസിൽസിനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ കൈയെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന ശേഷം ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടോ ഈ മൂവ്മെൻറ്റ് ചെയ്യുക. വേറെ ഒരു ഇതും വരാൻ പാടില്ല. മൂവ്മെൻറ്റ് കണ്ടോ? ഈ മൂവ്മെൻറ്റ് കറക്റ്റ് നമ്മൾ ചെയ്യുക. ഒരു 10 ടൈംസ് ചെയ്യുക. ദെൻ റെസ്റ്റ് കൊടുക്കുക. വീണ്ടും ഒരു 10 ടൈംസ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരു 5 ടൈംസ് നമ്മൾ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എക്സ്റ്റൻസർ ഗ്രൂപ്പ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലക്സർ ഗ്രൂപ്പ് കൂടെ സ്ട്രെങ്തൻ ചെയ്തു, അതായിരിക്കും നല്ലത്. 2 മസിൽസ് കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു മസിൽസിൻ്റെ അതൊരു ഈക്വാലിറ്റി വരാൻ വേണ്ടി. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ വെള്ളക്കുപ്പി നേരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ച ശേഷം അവിടെ നേരെ റിസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമേ വരാവുള്ളൂ. റിസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. കണ്ടോ? റിസ്റ്റ് മൂവ്മെൻറ്റ് കറക്റ്റ് ഇങ്ങനെ ചെയ്യുക. ഇതൊരു എക്സസൈസ് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ വെയിറ്റ് എടുത്ത ശേഷം നമ്മുടെ കൈയെ ഇങ്ങനെ വെച്ചിട്ട് ആ വെയിറ്റ് നേരെ ഇങ്ങനെ പൊക്കുക. ആ വെയിറ്റ് തന്നെ എടുത്ത ശേഷം നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊണേഷൻ സൂപ്പിനേഷൻ എന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. പ്രൊണേഷൻ സൂപ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമല്ല. അതായത് കൈ അകത്തോട്ട് ഇങ്ങനെ തിരിക്കുന്നു, പുറത്തോട്ട് ഇങ്ങനെ വരുന്നു. അതായത് ഇങ്ങനെ വെക്കുന്നതാണ് പ്രൊണേഷൻ സൂപ്പിനേഷൻ എന്നുള്ള 2 മൂവ്മെൻറ്റ്. ആ മസിൽസിനെ കൂടെ നമ്മൾ സൂപ്പിനേഷൻ മസിൽസിനെ കൂടെ നമ്മൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കുപ്പി തന്നെ ഇങ്ങനെ എടുത്തിട്ട് വെയിറ്റ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ വെയിറ്റ് വീട്ടിലെല്ലാവർക്കും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് ചെയ്യാൻ പറയുന്നത്. കണ്ടോ? ഈ മൂവ്മെൻറ്റ് ചെയ്യുക. മാക്സിമം ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളത്തിനകത്ത് കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് നമ്മളിങ്ങനെ വെക്കുന്നത്. കണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ 2ാമത്തെ എക്സസൈസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട സെൽഫ് സ്ട്രെച്ചിങ് എന്ന് പറയും. സെൽഫ് സ്ട്രെച്ചിങ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ജസ്റ്റ് കൈ സ്ട്രൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മുടെ കൈ കൊണ്ട് വന്നിട്ട് ജസ്റ്റ് നല്ലപോലെ സ്ട്രെച്ച് കൊടുക്കുക. കൈ നല്ലപോലെ സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രെച്ച് ഇവിടെ ഫീൽ ചെയ്യും, കയ്യിൽ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ സ്ക്യൂസിങ് ബോൾ, ചെറിയ ബോൾ, സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് മാക്സിമം നമ്മൾ അതിലേക്ക് വളരെയധികം നല്ല രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ് ഞാൻ കാണിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് എന്താ പറയുക, ഇത് ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, 2ാമത്തെ മൂവ്മെൻറ്റ്, 3ാമത്തെ മൂവ്മെൻറ്റ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുക. ഇത് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഇത് വന്ന് വീട്ടമ്മമാർക്ക് മാത്രമല്ല ഈ അസുഖം വരാവുന്നത്. അത് സ്ക്രൂ ഡ്രൈവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്ലംബർക്ക് വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ആ ഭാഗത്ത് വരുന്ന ഏത് തൊഴിലുകാർക്കും സാധാരണ രീതിയിൽ ഈ അസുഖം നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ വീട്ടിൽ ഈ ഒരു അസുഖത്തിന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന എങ്ങനെയാണത് ടെന്നീസിൽ വേണമെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെറിയ റെമഡീസ് കൊണ്ട് നമുക്കിത് സബ്സൈഡ് ആക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൻ്റെ റിപ്ലൈയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരെ നമസ്കാരം.